ഒരാൾ അറിയരുത് നിന്റെ കയ്യിലാ ലോക്കറിന്റെ താക്കോലുണ്ടെന്ന്. അതിന് താക്കോൽ എന്റെ കയ്യിലില്ലല്ല. എടാ മരുന്ന് ഡപ്പിക്കുള്ളിൽ നീ അത് എടുക്കുമല്ലോ. എടുക്കണേ? പിന്നെ നിന്നോട് ഇത്ര നേരം പറഞ്ഞോണ്ടിരുന്ന എന്താടാ? മരുന്ന് ഡപ്പി. അതെ, അതിനകത്തുനിന്ന് ആ താക്കോൽ എടുത്ത് മറ്റെവിടെയെങ്കിലും ഒളിപ്പിക്കണം. അത്രേ ഉള്ള അത് ഞാൻ ഒളിപ്പിക്കാം. ആരും അറിയരുത് അത് നിന്റെ കയ്യിലുണ്ടെന്ന്. ഒളിപ്പിച്ച് കഴിഞ്ഞ പിന്നെ എന്റെ കാണൂലല്ലോ. എങ്കിലും അത് നിന്റെ കയ്യിലാണല്ലോ ഉണ്ടാവുക. എന്റെ കയ്യിലില്ലല്ലോ, ഞാൻ ഒളിപ്പിച്ചു കഴിഞ്ഞില്ലേ. എടാ നിന്റെ കയ്യിൽ വന്നതിന് ശേഷമുള്ള അത് ഒളിപ്പിച്ചു വെക്കുക. ഒളിപ്പിച്ചു കഴിഞ്ഞ പിന്നെ എന്റെ കാണൂലല്ലോ. എടാ കഴുത താക്കോൽ എവിടെ നിനക്ക് അറിയില്ലേ? മരുന്ന് ഡപ്പിയില്ലേ? ഇപ്പോഴല്ല, പിന്നെ അത് അവിടെ നിന്ന് എടുത്തതിന് ശേഷം. അപ്പൊ എന്റെ കയ്യില്, പിന്നെ ഞാനത് ഒളിപ്പിച്ചു വെക്കുമല്ലോ, അപ്പൊ എന്റെ കയ്യിൽ കാണൂലല്ലോ. എടാ നിന്റെ കയ്യിലുള്ളത് കൊണ്ടല്ലേ നീ അത് ഒളിപ്പിക്കുന്നത്. ഒളിപ്പിച്ചു വെക്കുന്നുണ്ടല്ലേ എന്റെ കയ്യിലില്ലാന്ന് പറഞ്ഞത്. നീ ഒളിപ്പിക്കുമ്പോ നിനക്കറിയാലോ അത് നിന്റെ കയ്യിലുണ്ടെന്ന്. അതാരും അറിയരുതെന്നാ പറഞ്ഞത്. എന്റെ കയ്യിലുണ്ടെങ്കിലല്ലേ അച്ചായ എന്റെ കയ്യിലുണ്ടെന്ന് ആൾക്കാരറിയൂ. എന്റെ കയ്യിലില്ലല്ലോ, ഞാൻ ഒളിപ്പിച്ചു വെച്ചില്ലേ. ഇപ്പൊ താക്കോൽ അവിടെ ഉണ്ട്. മരുന്ന് അവിടെ വെച്ചേക്ക്, അവിടെ വെക്കട്ടെ, അവിടെ വെക്കട്ടെ, അവിടെ വെച്ചേക്ക്, അവിടെ എന്താണ്? അപ്പൊ അതെടുത്ത് എവിടെയെങ്കിലും ഒളിച്ചു വെക്കണ്ടേ? വെക്കണം. അതവിടെ നിന്ന് എടുക്കുമ്പോ നിന്റെ കയ്യിലുണ്ടാവും. ആ, അത് നിന്റെ കയ്യിലുണ്ടെന്ന് മറ്റാരും അറിയരുതെന്നാ അച്ചായൻ പറഞ്ഞത്. ഒളിച്ചു വച്ചാ പിന്നെ എന്റെ കയ്യിലല്ലോ. ഇതാ പറഞ്ഞത് അച്ചായൻ മണ്ടനാണെന്ന്. വെറുതെ അല്ല ജയിലിൽ കിടക്കണത്. എന്റെ ഉണ്ണികൃഷ്ണ, എന്റെ കുഞ്ഞിനെ വേഗം ഇങ്ങെത്തിച്ചു തരണേ. എന്റെ ഈ കാത്തിരിപ്പിനൊരവസാനം ഉണ്ടാക്കി തരണേ കണ്ണ. എന്ത് രസാ, നേരിൽ കണ്ടപ്പോ ഞാൻ അന്തിച്ചു പോയി. പ്രായമുള്ള ഒരാളാവുന്ന ഞാൻ പേര് കേട്ടപ്പോ വിചാരിച്ചത്. ഇത്രയും അംഗാവൂന്ന് ഞാൻ കരുതിയതേയില്ല. പുറത്ത് പഠിച്ചു വളർന്നതുകൊണ്ട് മനസ്സിൽ തോന്നിയത് ഒളിച്ചു വെക്കുന്ന സ്വഭാവം എനിക്കില്ല. ഒരു തരം ലവ് ആണ് എനിക്കിപ്പോ നമ്പേട്ടനോട്. കുട്ടി വെറുതെ പറഞ്ഞതാവും. ഞാൻ കുട്ടിയൊന്നുമല്ല, എന്നെ എലീനാന്ന് വിളിച്ചാ മതി. ആയിക്കോട്ടെ. ഇനി എപ്പോഴാ കാണാ? വീട്ടിലേക്ക് എന്നെ ക്ഷണിക്കുന്നില്ലേ? ക്ഷണിക്കാം. എലീനയുടെ ഫോൺ നമ്പർ തരും, ഞാൻ വിളിക്കാം. എന്തു ഒന്നും പറ്റിയില്ലടാ. അവിടെ കിടന്ന് കൊതുകേടി കൊള്ളാൻ വയ്യാത്തതിന്റെ പേരിൽ നെഞ്ചുവേദന എന്നൊരു അടവെടുത്തതാ. നിന്നോട് എനിക്കൊരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനുണ്ട്. കേസിൽ 2 ഏടാകൂടങ്ങളേ ഉള്ളൂ. ഒന്നവന്മാരൻ്റെ പേര് വിളിച്ച് പറഞ്ഞത് അത് പ്രശ്നമാക്കണ്ട. പക്ഷെ ആ പൊതുവാള് അയാളല്ലാതെ വേറെ സാക്ഷിയില്ല. അപ്പം ഇവിടെ അപ്പം മുട്ടൊന്നും കിട്ടൂലടാ. എപ്പ നോക്കിയാലും ഈ തീറ്റയുടെ കാര്യമുള്ളൂ തണ്ടി. അപ്പം പിന്നെ എന്ത് ചെയ്യും? തട്ടിക്കളയല്ലേ? പതുക്കെ പറയടാ. യുവമാർക്ക് മലയാളം അറിയില്ല ചായ. വേറെ പലർക്കും അറിയാം. കാര്യം പരമ രഹസ്യമായിരിക്കണം. കണ്ടാൽ ആക്സിഡന്റ് ആണെന്ന് തോന്നാവൂ. കൊലപാതകമാണെന്ന് തോന്നരുത്. അത് ഞാൻ ഏറ്റു. നമ്മുടെ ഗോവിന്ദൻകുട്ടിയും ആ ചെറ്റ തന്നെ അത്രയുടെ വരെയൊന്നും വരിക. ഇവൻ ആഫ്രിക്കയും അമേരിക്കയും ഒന്നും അല്ല. ഇവിടെയൊക്കെ തെണ്ടി തിരിഞ്ഞ് നടക്കണ ഒരു കള്ള ചക്കനാണെന്ന് തമ്പുരാനോട് നേരിട്ട് അങ്ങോട്ട് പറഞ്ഞാൽ മതി.
അത് ഞാൻ തമ്പുരാന്റെ ചോറ് ഞാനും കുറച്ചുള്ളതാ. ഇന്ന് ഇത് പൊളിച്ചു തരാം. താൻ കാര്യം ചെയ്യും, ഒരു ഓട്ടോ വിളിച്ചല്ലോ. ഞാൻ അപ്പോഴേക്ക് കുപ്പായൊക്കെ ഒന്ന് മാറ്റിട്ടാ. ആവശ്യത്തിന് കാണില്ല ഈ സാധനം. ഓട്ടോ ഒന്നും ഇങ്ങോട്ട് വരിക. വരുന്നു. വെച്ച് കയറി. എനിക്ക് ആ മാല തന്നെ വേണമെന്ന് എന്താ ഇത്ര നിർബന്ധം? അതിലും മനോഹരമായ ഒരെണ്ണം ഞാൻ വേണ്ട, അതെന്റെ അമ്മ മരിക്കും മുൻപ് എനിക്ക് തന്നത്. എന്റെ അമ്മയെ കുറിച്ചുള്ള ഓർമ്മ. എലീന കരയണ്ട, ഞാൻ ആ മാല എങ്ങനെയെങ്കിലും തിരിച്ചു മേടിച്ചു തരാം. എനിക്കറിയാം ഞാൻ എന്ത് ചോദിച്ചാലും തരൂന്ന്. ചേട്ടന്റെ ആ ബാങ്ക് മോഷണ കേസില്ലേ, അതിലെ ആ പ്രതി ശരിക്കും മോഷ്ടിച്ചതാ? അവൻ കള്ളന് കഞ്ഞി വെച്ചവനല്ലേ, അവൻ തന്നെ മോഷ്ടിച്ചത്. എന്നാ പിന്നെ ആ പണം എവിടെ ഉണ്ടാവുക? അതൊരു രഹസ്യമാണ്. ആരാ? Who is that? ആരാ? ആരാ? ആരുമില്ല. ആഹാ, കഴിഞ്ഞ തവണ എലീന എന്നെ കാണാന്നപ്പോ വീട്ടിൽ രേഭ്യം കയറി വന്നല്ലോ. അവന്റെ പേരെന്താ പറഞ്ഞേ? മാപ്പോ? മാളിയേക്കൽ അവറ പത്രോസ് ചെറിയൻ, മാപ്പ് ചെറിയൻ എന്ന് വിളിക്കും. എന്റെ പേര് എലീന ചെറിയൻ എന്നല്ലേ. ചേട്ടൻ അറിയാതെ ഒറ്റയ്ക്കാ ഞാൻ വന്നത്. അവനെ കണ്ട എലീനയുടെ സഹോദരനാണെന്ന് പറയില്ല. തന്ത വേറെയാണല്ലേ? എങ്ങനെ മനസ്സിലായി? ആ തെണ്ടിയുടെ സ്വഭാവം കണ്ടല്ലോ അറിഞ്ഞൂടെ അവൻ നല്ല തന്തയ്ക്ക് പറഞ്ഞവനില്ലെന്ന്. അവന്റെ തന്ത ഏതേലും തോട്ടിയായിരിക്കും, അതും വല്ല തെണ്ടിത്തോട്ടി. തെണ്ടിത്തോട്ടി തന്ത, തെണ്ടിത്തോട്ടി തന്തയ്ക്ക് പിറന്നവൻ. പക്ഷെ അവന്റെ സ്വഭാവം പല തന്തയ്ക്ക് പറഞ്ഞവന്റെ. തെണ്ടിത്തോട്ടി പല തന്തയ്ക്ക് പറഞ്ഞ തന്തയില്ല, പന്നി. ആ പന്നിയുടെ പേര് മാപ്പ്, അവന്റെ അപ്പന്റെ പേര് ചെറിയാൻ, അപ്പൂപ്പന്റെ പേര് അതെ, പറഞ്ഞതെല്ലാം ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു. ആരുടെ തന്തയാ തെണ്ടി? എന്റെ തന്തയാ തെണ്ടി. പോരെ പോരാ, എന്റെ തന്ത തെണ്ടി, തോട്ടി, പട്ടി, പന്നി. അപ്പൊ താൻ? ഞാൻ തെണ്ടിയുടെ മോൻ, തോട്ടിയുടെ മോൻ, പട്ടിയുടെ മോൻ, പന്നിയുടെ മോൻ. ഞാൻ? അയ്യോ, അങ്ങ് ലോകത്തിലെ ഏറ്റവും വലിയ മഹാൻ, എന്റെ അച്ഛൻ മഹാത്മാവ്. ഇനിതാരുടെ ഈ തന്തയ്ക്ക് പറയോ? ഇല്ല, ഞാൻ ആരുടെയും തന്തയ്ക്ക് പറയില്ല. ഇനി താൻ എന്റെ പെങ്ങളെ കയറി പിടിക്കോ? ഇല്ല, ഞാൻ ഇനി അവളെ കാണുക പോലും ഇല്ല. കണ്ടോന്ന് ഞാൻ അറിഞ്ഞ എന്നെ കൊന്നോ? ഇപ്പൊ എന്നെ വിട്ടേരെ. താങ്ക്സ്. എന്ത് പറ്റി? ഞാൻ ഡിവൈഎസ്പി ഓർമ്മ. ഇയാൾക്ക് എന്താണെന്ന് അറിയില്ല, പെട്ടെന്ന് ബോധം കിട്ടും. ഞാൻ ICUയിൽ ബെഡ് ഉണ്ടോ നോക്കട്ടെ. ഡോക്ടർ, ഇവന്റെ മുത്തശ്ശി ആകെ തകർന്ന മട്ടിലാണ്. എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ? ഒന്നും സംഭവിക്കില്ല. DYSP വരൂ. ആരാ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്? ആരാണെന്ന് അറിയില്ല, ചങ്ങലക്കിട്ടിരിക്കുക. ഭ്രാന്താണെന്നാ തോന്നുന്നു. എന്നെ ശിക്ഷിച്ച എല്ലാ നായക മക്കളെ കൊന്നിട്ട് ഇടിച്ച കാറുകാരനെ കിട്ടിയിട്ടില്ല എന്നാണ് സ്റ്റേഷനിൽ അന്വേഷിച്ചപ്പോ പറഞ്ഞത്. ഇതവനല്ലേ? ചത്ത ഇവൻ. എടാ, പൊട്ടനെ ചെട്ടിയിലെ ചെട്ടിയെ ദൈവം ചതിക്കും. പേരിലും ഷർട്ടുണ്ട് ഇങ്ങനെ ചത്തൊന്നും തോന്നുന്നില്ല. പട്ടി, അപ്പൊ നീ ചത്തിട്ടില്ലല്ലേ? ഇയാളെ പിടിക്ക് വടി മൂത്തി പിടിച്ച് നിന്റെ കുഞ്ഞുണ്ണിക്കളിന്ന് തീർത്ത് തരടാ ഗോവിന്ദ പട്ടി. हेलो हाँ यार वही तो बोल रहा है, वो जो लेलैंड में जो हम लोग पार्ट बदली कर रहा है ना, वैसे इसका भी स्पेयर पार्ट बदली करना है। बोलता है किडनी खराब हो गया, उसका ब्रेकडाउन हो गया है।
और बोलता है जो है ना उसके लिए अरे बहुत उनका खर्चा नहीं। होगा। तू एक उड़ता, काम उड़ता। कर, तू उसी मार्केट में जाके उसका दाम पूछ लेना और जहाँ वो जरा ഇങ്ങടുത്താ अबे ഫോൺ जब हम ചെയ്ത് बात कर रहा तू क्या यार बीच में आता है? अरे तुझको इसका कोई सीरियसनेस मालूम हो रहा है क्या? हेलो? हमको तो मार्केट में जाके ഞാനാ दाम पूछना होगा, നമ്പിശ तो इतना दाम വേഗം വാ पूछा, और हम അവനിവിടെ ഉണ്ട് यार ഹലോ दे बे इधर। ഹലോ हेलो हाँ വന്നേ, വന്നേ. इसकी तो आज मैं ഹലോ हेलो हाँ यार सुरजीत मैं जो बता रहा था ना तुमको स्पेयर पार्ट, हाँ यार वही तो किडनी के बारे में। वो स्पेयर पार्ट था 25,000 बोल दिया, वो क्या करेगा हमने? हेलो ഹലോ हेलो ഹലോ ഇത് ഞാനാ ഹലോ. നമ്പിശ ഇത് ഹലോ. കൊണ്ടാറണങ്ങളായിട്ട് ഹലോ അമ്പരാനും അയാളുടെ അളിയനും ഹലോ. അയാളുടെ മരുമക്കളും എല്ലാവരും ഇവിടെ ഉണ്ട് ഇന്നത്തോടുകൂടി എല്ലാം തീർക്കണം. ആ ശരി ശരി हेलो ഈ തലയെ കെട്ടി ഞാൻ ജയിലിൽ പോകും. हेलो हेलो ഇത് ഞാനാ രാധിക. ഹേയ് കണ്ണു തുറക്ക്, ഞാനാണെന്ന്. അവനെവിടെ ശിവരാമൻ? എനിക്കറിയില്ല, ഞാൻ ഇവിടെ പോയി അന്വേഷിക്കാനാ. ഇപ്പൊ തന്നെ എന്തൊക്കെയോ കുത്തി കേട്ടിട്ടുണ്ട്. ഏതെങ്കിലും പാതാളത്തിൽ പോയി അവനെ കണ്ടുപിടിച്ചോണ്ട് വാ. എവിടെ കണ്ടുപിടിക്കും? അവന്റെ അമ്മയുടെ 16 അടി. ആ പൾസ് നോർമലാ, വല്ല ഹെമറേജോ മറ്റോ ഉണ്ടോന്നൊന്നും പിടികിട്ടുന്നില്ല. ചിലപ്പോ ഒരു ബ്രെയിൻ സർജറി വേണ്ടി വരും. സർജനെ പേ ചെയ്തിട്ടുണ്ട്, Okay. ഒന്ന് ഡിസ്കസ് ചെയ്തിട്ടാവാം ഓപ്പറേഷൻ. Sir, phone. ഓപ്പറേഷൻ നമ്പീശ എവിടെ എവിടെ അവൻ? എന്റെ കൂടെ വാ. നേരെ പോയാ മതി. എന്റെ ഈശ്വരാ, ഈ തലയെ കെട്ടുകാര് ഫ്ലാസ്കും വാ. ആ ഹലോ Yes, ക്യാ? നീ എന്താ കളിക്കാ നീ? കളിക്കാ നീ? ഇവൻ എന്താ ഇവിടെ? ഇവൻ എന്താ ഇവിടെ? എനിക്ക് എങ്ങനെ അറിയാം? നേരെ വെളുത്തപ്പോൾ ചോദിച്ചാ, ഹലോ, ആണല്ലോ. ഹലോ. ഗോവിന്ദൻ കുട്ടി എന്താ ഇവിടെ എന്നാ ചോദിച്ചത്? അവൻ അവന്റെ അച്ഛന്റെ പ്രസവം തവണ ഇന്ന് ഇവിടുത്തെ മോർച്ചറിയിൽ ഒരു ശവം കൂടി ഞാൻ കേട്ടു. കേട്ടിക്കോ, ഞാനുണ്ട് കൂടെ. പെങ്ങളെ ഗോവിന്ദൻകുട്ടിന്റെ कौन? ഒരു ഗോവിന്ദൻ കുട്ടി. ഗോവിന്ദൻകുട്ടി നയാ ആത്മീയ അഡ്മിറ്റ് കരായ കിതറേ. എന്നെ കുഴിയിലാക്കാനായിട്ട് കച്ചകെട്ട് ഇറങ്ങിയിരിക്കാനുള്ള തെണ്ടി, എനിക്കെതിരായിട്ട് സാക്ഷി പറഞ്ഞവന്റെ തോളെ കൈയിട്ട് ഇറക്കാനുള്ള പരട്ട പന്നി. പിന്നെ Shut up, you idiot! സർജറി വേണോ വേണ്ടെന്ന് ഉടനെ അറിയാം. ഏതായാലും തല ഷേവ് ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്യൂ. ഇതെന്താ ബാർബർ ഷോപ്പാ? കട്ടിങ്ങും ഷേവിങ്ങും ഒക്കെ. ബ്രെയിൻ ഓപ്പറേഷന് മുമ്പ് തല ഷേവ് ചെയ്യേണ്ടി വരും. അയ്യടി, എന്നാ പിന്നെ ഒരു കഴുതേക്കടെ വിളി. തല മുട്ടയടിച്ച് പുള്ളി കുത്തി ഞാൻ അതിന്റെ പുറത്ത് കയറി പോവാം. കാണാൻ നല്ല രസമായിരിക്കും അല്ലേ? ഞാൻ പറഞ്ഞോ ഈ ഏടാകുടത്തിനൊക്കെ പോവാൻ? ഓരോന്ന് ചെയ്യുമ്പോ ആലോചിക്കണമായിരുന്നു. ദൈവമേ, ഈ ശിവരാമൻ എവിടെ പോയി കിടക്കുന്നു? അവരിപ്പോ ഇനി വന്ന് ഷേവിങ് അങ്ങ് തുടങ്ങും. കുത്തരുത്, കുത്ത കുത്ത കുത്ത. ക്യാ ഹുവാ? ये आदमी तो पागल हो गया है, इसने डॉक्टर पर हाथ उठाया। എന്ത് പറ്റി ഡോക്ടർ? ആ ഇയാൾക്ക് പ്രാന്ത. വെറുതെ കിടന്ന് വഴിയെ പോകുന്നവരൊക്കെ തെറി വിളിക്കുക. എന്നെ തല്ലി. ഇഞ്ചക്ഷൻ കൊടുക്കാൻ വന്ന നഴ്സിനെ കുത്താന്ന് വിളിച്ചു. പോക്കിരി തരത്തിനൊരു അതിരില്ലേ? അവിടെ കിടക്കട്ടെ, ഇനി 3 ദിവസം കഴിഞ്ഞ് എഴുന്നേക്കത്തുള്ളൂ. അച്ഛാ എന്താ ഇത്? कहीं मत जाना। ഇവിടെ എവിടെങ്കിലും ഉണ്ടാവും. അയ്യോ മാത്തു. ദേ ഇവനെ ഈ നമ്പീശൻ ആവിയായിട്ട് മേലെ പോയോ? പോടാ. എന്റെ ഈശ്വര. ഈ നമ്പീശൻ എവിടെ പോയി? നമ്പീശ, നമ്പീശ. ഇത് ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോകണ്ടല്ലോ. എവിടേക്കിത്? നമ്പി, നമ്പി. ചേട്ടൻ ഇവിടെ ഒന്ന് ഒപ്പിട്ടോളൂ. ഒപ്പം തന്നെ ഓപ്പറേഷൻ ഇടയില് ആള് മരിച്ചു പോയാ ഡോക്ടർമാർക്ക് ഉത്തരവാദിത്തം ഇല്ലാന്ന് വരുത്താൻ വേണ്ടപ്പെട്ടവർ ഒപ്പിട്ട് കൊടുക്കണം. മതി. പൊളിയുന്നെങ്കിൽ പൊളിയട്ടെ. പോലീസ് അല്ല, പട്ടാളമല്ല, ആര് വേണമെങ്കിലും ഒന്ന് പിടിച്ചോട്ടെ. എന്റെ തല വെട്ടിക്കീറാൻ ഞാൻ അവന്മാരെ സമ്മതിക്കത്തില്ല. അതങ്ങ് കയ്യിൽ നിൽക്കത്തേ ഉള്ളൂ. ഞാൻ ഇപ്പൊ തന്നെ എന്ന് പറയാൻ പോവാ. ഞാൻ മഞ്ഞുണ്ണിയും കുഞ്ഞുണ്ണിയും ഒന്നും അല്ലെന്ന്. എന്തോ കൂടുതലൊന്നും പറയണ്ട. എന്താ പോ? നീ വേണമെങ്കിൽ ഇപ്പൊ തന്നെ ഓടിക്കോ. ഇതെല്ലാം കൂടി ഇടിഞ്ഞു പറഞ്ഞു നിന്റെ തലയിലേക്ക് വീഴാൻ പോവാ. ചമ്മന്തി പരിവായി പോടി. താൻ ഇത് എവിടെ പോയി കിടക്കായിരുന്നു? എനിക്ക് ഇടയ്ക്ക് ഒരു പ്രശ്നം പറ്റി.
എന്ത് പ്രശ്നം? എനിക്ക് 1233 പ്രശ്നമുണ്ട്. എല്ലാം തന്നോട് പറയണമെന്നുണ്ടോ? ഇപ്പോഴത്തെ പ്രശ്നം ആദ്യം തീർക്കടോ. ആ ഗോവിന്ദൻ കുട്ടിയുടെ കൂടെ ഒരു ഫ്രോഡും കൂടി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അവൻ ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. അതാ അവിടെയാ ഒബ്സർവേഷൻ റൂം. ആ ആദ്യം ആ ഗോവിന്ദൻ കുട്ടി എന്ന് പറഞ്ഞ ചെറ്റയിൽ ഇങ്ങോട്ട് തപ്പിയെടുക്കുക. മരിക്കണേന് മുമ്പ് എനിക്ക് ഒരാഗ്രഹമേ ഉള്ളൂ, ഒരു പിടി മണല് വാരി അവന്റെ മർമ്മസ്ഥാനത്തിടുക. എന്നിട്ട് അതിമ്മ കേറി നിന്ന് ഉപ്പിറ്റി വെച്ചിട്ട് ഇങ്ങനെയാണ് തിരിക്കുമ്പോ കുമ്മാരി കൂജാരി. അതൊരു രസ. ഏത് യൂണിവേഴ്സിറ്റി മെഡിസിൻ പഠിച്ചെന്ന് പറഞ്ഞു? ഞാൻ അല്ല, ഏത് യൂണിവേഴ്സിറ്റി? ഏത് സ്ഥലത്തോട്ടാണോ എല്ലാരും കൂടെ അവൻ എന്താ അവന് പറ്റിയത്? കുഴപ്പമൊന്നുമില്ല. ഡോക്ടർ വിളിക്കണോ? ആരാ അത്? നമ്മുടെ നമ്പീശനാ. എന്താ നമ്പീശ?